വിഷ്ണു, ഈ ഹരിയാനയിൽ ഈ ജെ.ജെ.പിയുടെ കാര്യം ആരും തന്നെ ഈ പ്രവചനത്തിലൊന്നും പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ INLD സഖ്യത്തിന് 3 മുതൽ 6 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ബി.ജെ.പിയെ സഹായിച്ചത് ജെ.ജെ.പിയാണ്. പിന്നീട് ആ സഖ്യത്തിൽ വലിയ വിള്ളൽ വന്നു. അന്ന് 2019 അവിടെ മന്ത്രിസഭാ രൂപീകരണത്തിന് ബി.ജെ.പിയെ സഹായിച്ചത് ജെ.ജെ.പിയാണ്. ഇത്തവണ ജെ.ജെ.പി മറ്റൊരു സഖ്യമായി മത്സരിക്കുന്നു, ആസാദ് പാർട്ടിയുമായി മത്സരിക്കുന്നു. പക്ഷേ ഉദ്ദേശിച്ച ഫലം അവിടെ കിട്ടിയില്ല എന്ന് വേണം കരുതാൻ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രവചനങ്ങൾ അനുസരിച്ച്. നീലിമ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ജെ.ജെ.പിക്ക് 10 സീറ്റുകൾ ഹരിയാനയിൽ ലഭിച്ചിരുന്നു. ആ ജെ.ജെ.പിയുമായി ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ ബി.ജെ.പി ഹരിയാനയിലൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ഇത്തവണ ബി.ജെ.പിക്ക് ഇത്തരത്തിൽ തിരിച്ചടി ലഭിക്കുന്നത് പോലെ തന്നെ ജെ.ജെ.പിക്കും വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്നതാണ് നമുക്ക് എക്സിറ്റ് പോളുകളിൽ കൃത്യമായി കാണാൻ കഴിയുന്നത്. ആ എക്സിറ്റ് പോളുകളിൽ ജെ.ജെ.പിക്ക് പല എക്സിറ്റ് പോളുകളിലും ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. പക്ഷേ ചില എക്സിറ്റ് പോളുകളിൽ, ദൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോളിൽ ജെ.ജെ.പിക്ക് ഒരു സീറ്റ് ദൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോളിൽ നൽകുന്നുണ്ട്. മറ്റ് എക്സിറ്റ് പോൾ നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾസ് പ്ലസും ജെ.ജെ.പിക്ക് ഒരു സീറ്റ് നൽകുന്നുണ്ട്. റിപ്പബ്ലിക് മെട്രിക് സർവേയിൽ ജെ.ജെ.പിക്ക് 3 സീറ്റാണ് നൽകുന്നത്. INLDക്ക് ഇത്തവണ കുറച്ച് സീറ്റുകൾ ലഭിക്കും, 2 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്. ദൈനിക് ഭാസ്കറിൻ്റെ സർവേയിൽ INLDക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ ലഭിക്കുമെന്നുള്ള പ്രവചനം ദൈനിക് ഭാസ്കർ നടത്തുന്നുണ്ട്. ധ്രുവ റിസർച്ച് ഒരു സീറ്റ് പോലും ജെ.ജെ.പിക്കോ INLDക്കോ നൽകുന്നില്ല. 2 പേർക്കും ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നതാണ് ധ്രുവ റിസർച്ചിൻ്റെ എക്സിറ്റ് പോള്. പീപ്പിൾസ് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെ.ജെ.പിക്ക് ഒരു സീറ്റ് നൽകുമ്പോൾ അവിടെ INLDക്ക് പീപ്പിൾസ് റിസർച്ച് 2 മുതൽ 3 പീപ്പിൾസ് പ്ലസ് 2 മുതൽ 3 സീറ്റ് നൽകുന്നുണ്ട്. അതോടൊപ്പമാണ് റിപ്പബ്ലിക് മെട്രിക്സും ഇത്തരത്തിൽ 2 പാർട്ടികൾക്കും സീറ്റ് പ്രവചിക്കുന്നുണ്ട്. റിപ്പബ്ലിക് മെട്രിക്സ് ജെ.ജെ.പിക്ക് 3 സീറ്റ് വരെ പ്രവചിക്കുമ്പോൾ INLDക്ക് 3 മുതൽ 6 സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തിരിച്ചടി തന്നെയാണ് ഇവർക്ക് നേരിടേണ്ടി വരിക. അത് ബി.ജെ.പിക്കും അതോടൊപ്പം തന്നെ ജെ.ജെ.പിക്കും വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന എക്സിറ്റ് പോളുകളിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. ഹരിയാനയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഒരു കംപ്ലീറ്റ് സ്വീപ്പിലേക്ക്, കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന അത്തരത്തിലൊരു കംപ്ലീറ്റ് സ്വീപ്പിലേക്ക് ഹരിയാന പോകുന്നു എന്നതാണ് നമുക്ക് എക്സിറ്റ് പോളിൽ കാണാൻ കഴിയുന്നത്. അവിടെ തന്നെ കോൺഗ്രസിന് കുറഞ്ഞത് 44 സീറ്റാണ് പ്രവചനത്തിലുള്ളത്. പക്ഷേ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് 64 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. റിപ്പബ്ലിക് കോൺഗ്രസിന് 62 സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. ധ്രുവ റിസർച്ച് കോൺഗ്രസിന് 64 സീറ്റ് പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പ്ലസ് കോൺഗ്രസിന് 61 സീറ്റ് പ്രവചിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ സർവേകളും എടുത്തു നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസിന് 60-ൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്നുള്ള തലത്തിൽ പ്രവചനമാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് ഹരിയാനയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു കംപ്ലീറ്റ് സ്വീപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ്. ജമ്മു കാശ്മീരിൽ ബി.ജെ.പിക്ക് 29 അല്ലെങ്കിൽ 30 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. 30 സീറ്റ് വരെ അത്തരത്തിൽ ജമ്മു കാശ്മീരിൽ പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസിനും വലിയ ഒരു മുന്നേറ്റമാണ് ഹരിയാനയിൽ പ്രവചിക്കുന്നത്. 50 സീറ്റുകൾ വരെ കോൺഗ്രസ് ഇത്തവണ ഹരിയാനയിൽ നേടുമെന്നുള്ള പ്രവചനമാണ്, കാശ്മീരിൽ നേടുമെന്നുള്ള പ്രവചനമാണ് എന്തായാലും പുറത്തു വരുന്നത്. ആ എക്സിറ്റ് പോളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് വിഷ്ണു, നിലവിലെ സ്ഥിതി അനുസരിച്ച് ജമ്മു കാശ്മീരിന്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നാഷണൽ കോൺഗ്രസും തമ്മിൽ ഉണ്ടാക്കിയ ഒരു സഖ്യം വലിയ രീതിയിൽ ഫലം കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്.